ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു എളുപ്പത്തിലൊരു പലഹാരമാണ്. ഈസി പലഹാരം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. ആരും അത് വേണ്ടാന്ന് വെക്കില്ല. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. അതെന്താന്ന് ചോദിച്ചാൽ വലിയ ചെലവുമില്ല, വലിയ കഷ്ടപ്പാടും ഇല്ല. അപ്പൊ നമുക്കത് വേണമെങ്കിൽ അത്യാവശ്യം നമുക്കിപ്പോ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒരു വിരുന്നുകാർ വന്നാൽ തന്നെ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അവർക്ക് കൂടുതൽ നമ്മൾ 4 മണിക്കാണ്. ഇതൊരു 4 മണി പലഹാരമാണ്. സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് പണ്ട് അമ്മ മിക്കവാറും ഞങ്ങൾക്ക് ഇടയ്ക്ക് കൊണ്ടൊക്കെ തരാറുള്ള പലഹാരമാണ് ഇത്. പിന്നെ ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ തമുക്കെന്നാണ് ഇതിന്റെ പേര്. തമുക്ക്. അപ്പൊ നമ്മളത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. കുറച്ചൊന്നും വേണ്ട, ഇച്ചിരി സാധനം മതി. 3-4 കൂട്ടം സാധനം വേണം. അപ്പൊ നമ്മളത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്നത്? ആദ്യം നമുക്കതിന്റെ ഞങ്ങള് ഇവിടെ എന്തായാലും അടുക്കളയിൽ ഓരോ പണികളിലും പരിപാടികളിലൊക്കെയാണ് കേട്ടോ. ഇപ്പൊ ഒന്നത് അരി അരച്ചോണ്ടിരിക്കുന്ന പാകാണ്. നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ഉള്ള അരി അരച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ്. നാളെ ഇഡലി അത് തന്നെ ഇഡലിക്കുള്ള പരിപാടികള്. അപ്പൊ ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ കുഞ്ഞടുക്കളയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മളൊരു കറി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് അടിപൊളി കറിയാണ്. ഇത് എന്ത് കറിയെന്ന് വെച്ചാൽ ഉണക്കയിലയും ഇരുമ്പുളിയും ചക്കക്കുരും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഈ ഫുൾ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പൊ ഞാൻ വെക്കുന്ന കറി ഒന്നും വലിയ പൈസ ചെലവുള്ളതല്ല, പക്ഷെ ഭയങ്കര രുചിയുള്ള. നമ്മളിപ്പൊ എല്ലാരും ഇറച്ചിയും മീനും ഒന്നുമില്ല ഭക്ഷണം കഴിക്കൂല, പക്ഷെ ഇത് മീൻ ചേർന്ന നല്ല ഒന്നാന്തരം സാധനമാണ്. ചൂടുള്ള ചോറും ചൂടുള്ള തണുത്ത ചോറാന്നേലും ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിന്റെ സാധനം ഞാനൊന്ന് കാണിച്ചു തരാം. ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയാണ്. 1 ഗ്ലാസ് പുഴുക്കലരി. ഒരു പുഴുക്കന്റെ അരി അല്ലേ? എന്താണേലും സാധാ കുത്തരി അല്ലെ? പുഴുങ്ങിയ കുത്തരി ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ നോർമൽ കുത്തരി ഇല്ല, കുത്തരി മതി കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇത് തമുക്കുണ്ടാക്കാൻ വേണ്ടി കുത്തരി നമുക്ക് ആദ്യം വറുത്തെടുക്കണം. അപ്പം ഇത് വറക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ. വെറുതെ ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ജസ്റ്റ് വറുത്താ മതി. അപ്പൊ മലര് പൊട്ടുന്ന പോലെ പൊട്ടി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണം അല്ലെ? കരിങ്ങാച്ചിറപ്പള്ളിയിൽ നേർച്ച, തമുക്ക് നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട് കേട്ടോ. അവിടുത്തെ വഴിപാടും കൂടിയാണ്. അപ്പം സാധാരണ നമ്മളെ വീട്ടിൽ സാധാരണ ഒന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ നമുക്കൊരു നല്ലൊരു പലഹാരം കൊടുക്കാം. ഇതിനെ പല ഫോമിലേക്ക് മാറ്റാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇതിനെ വേറെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം അവസാനം നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ടൊന്ന് വിടർത്തി ഇട്ടേക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അരി പൊടിച്ചെടുത്തു എന്നുള്ളതാണ്. പൊടിച്ചല്ല, വറുത്തെടുത്ത ആദ്യമേ. ഇനി ഈ അരി ഒന്ന് തണുക്കണം അല്ലേ? തണുക്കണം. ഈ വറുത്തെടുത്ത അരി ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. പണ്ട് നമ്മൾ അരകല്ലിലാണ് ഇത് പൊടിക്കാറ് അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോ അന്നേരം ചൂടോടുകൂടി പൊടിക്കണം അല്ലെ? ചൂടോടെ പൊടിക്കണം. പക്ഷെ ഇപ്പൊ ഇത് തണുക്കാനായിട്ട് ഇട്ടതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരലിലും അല്ല ആട്ടുകല്ലിലും ഒന്നും അല്ല പൊടിക്കുന്നത്, മിക്സിയിലാണ്. മിക്സി പൊടിക്കണമെങ്കിൽ തണുത്താലാണ് പൊടിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടത്. അല്ല, നിങ്ങൾ അരകല്ലിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അരകല്ലിലേക്ക് അങ്ങ് കൊണ്ടിട്ടാൽ മതി അല്ലെ? അരകല്ലിലേക്ക് കൊണ്ടിട്ടിട്ട് അതൊന്ന് ഓടിച്ച് ശരിയാക്കിയാൽ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പൊടിക്കാം. ഒരല്പം ജീരകമാണ് കേട്ടോ. അല്പം ജീരകമുണ്ട്. പിന്നെ ഏലക്ക 1, 2, 3, 4, 5, 6 ഏലക്കായും ഉണ്ട്. ഈ 6 ഏലക്കായ ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ പൊടിക്കുന്നില്ല, ഇത് കല്ലിൽ പൊടിച്ചെടുക്കും അല്ലെ? അപ്പൊ ഇത് കല്ലിൽ പൊടിച്ചെടുക്കാം, ഇതല്ലാണ്ട് പൊടിച്ചെടുക്കാം. അപ്പൊ അത് മിക്സിയിൽ നമ്മുടെ അരി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അരി പൊടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അരി മുഴുവനെ കിടക്കുന്ന രീതിയിലാവരുത് അല്ലെ? അത്യാവശ്യം പൊടിയണം കണ്ടോ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി എന്നെ വേണേ ഇത് 2-3 പേരുടെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ളൂ. ഇത് നമ്മൾക്ക് കുറച്ച് പഴം, ഇത് പാളയംകോടൻ പഴമാണ്, നമ്മുടെ പാളയംകോടൻ പഴം അതുണ്ട്. ഒപ്പം തേങ്ങ, ഇതൊരു കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരണ്ടിയതുണ്ട് കേട്ടോ. ആ തേങ്ങയോട് നമ്മൾ ഈ അരിപ്പൊടിക്കകത്തോണ്ട് ഇടുവാണ്. പച്ച തേങ്ങ ഉണക്കലായി പോകരുത് അല്ലെ? പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഈ പിന്നെ ജീരകം ഏലക്കായും ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇതിനകത്ത്. അത് വേണം അല്ലെ? ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അത്ര സുമാറില്ല. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ട് കിടക്കും. ശർക്കര അവിടെ ഇവിടെ ഉണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് പഞ്ചസാരയാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർക്കാം. ശർക്കര വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ശർക്കര തന്നെ നല്ല പഞ്ചസാര തന്നെയല്ലേ? പഞ്ചസാരയാണ്. കാരണം അത് ഈവൻ ആയിട്ട് ഇങ്ങനെ നമ്മളൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടു. പാളയംകോടൻ പഴം
നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയ പാളയംകോടൻ പഴമാണ്. ഇതിന് ഏറ്റവും നല്ലത് പാളയംകോടൻ പഴമാണ്. ഞാലിപ്പൂവനൊന്നും കൊള്ളൂല കേട്ടോ, പൂവമ്പറ്റും കൊള്ളൂല. ഏറ്റവും രുചി ഇത് നമുക്കുണ്ടാക്കുന്നത് പാളയംകോടൻ പഴം കൊണ്ടാണ്. അപ്പൊ നമ്മൾ അത് പൊളിച്ച് ഇതിനകത്തോട്ട് ഇടുവാണ്. അപ്പൊ എല്ലാം പൊളിക്കാം അല്ലെ? നമുക്ക് പൊളിച്ച് എല്ലാം വെക്കാം. കടിച്ചായം കൂടെ തിളപ്പിക്കുവാണെങ്കിൽ അതിലും റെഡിയാണ്. തമുക്കിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ കട്ടൻ ചായയും തമുക്കുമാണ് കഴിക്കേണ്ടത് അല്ലേ? നമ്മളൊരു 7 പഴം എടുത്തിട്ടുണ്ട്, അത് മതി. കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഒരു നേരം ചായക്ക് കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഞങ്ങൾ 3 പേരിലാണ്. കൂടുതൽ ആളും പേരും ആക്ച്വലി സത്യം നമുക്ക് തന്നെ ഇത് അത്യാവശ്യം കൂടുതലുണ്ട് അല്ലേ? പക്ഷെ പിന്നെ കൂടുതൽ ആളും പേരും ഒക്കെ ഉള്ളവർക്ക് ഇതിലും കൂടുതൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ പഴം മൊത്തം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിത് വട്ടത്തിലൊന്ന് അരിയട്ടെ പഴം. പണ്ട് നമ്മൾ പൂജ വയ്ക്കുമ്പോഴേ മലരും അവരും പഴവും എല്ലാം കൂടെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇങ്ങനെ പൂജ വയ്ക്കും, പൂജ എടുക്കാൻ ചെല്ലുമ്പോഴ് അങ്ങനെ അതിന് മലരും പഴവും അവരും കൂടെ പൊടി ഇളക്കി ശർക്കരയൊക്കെ ഇട്ട് അതുപോലെ ഇതങ്ങ് ഇടുക. ഇത് എങ്ങനെ വേണേലും ഇത് 4ആയിട്ട് കീറിയിട്ട് പഴം കീറിയിട്ട് വേണേലും അരിയാം അല്ലേ? സാധാരണ നമുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വട്ടത്തില്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ആയിട്ട് കീറിയിട്ട് 2ആയിട്ട് കീറിയിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലെ? പഴം ഇച്ചിരി കനം കുറച്ച്, എന്നാൽ ഒത്തിരി കനം കുറച്ചല്ല, ആ രീതിയിൽ നമുക്ക് മുഴുവൻ പഴം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. അങ്ങനെ നോക്കി നമ്മുടെ മുഴുവൻ പഴവും നമ്മളിത് അങ്ങനെ അരിഞ്ഞതിന്റെ അകത്തിട്ടേക്കും. നല്ല ഭംഗിയെ കാണാൻ തന്നെ അല്ലെ? ഇനിയാണ് ഇതിന്റെ പരിപാടി. അത് തന്നെ കണ്ടോ, അരിപ്പൊടി, തേങ്ങായും പഞ്ചസാരയും നമ്മുടെ പഴവും കൂടെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ പഴത്തിന്റെ അകത്ത് ചുറ്റിനും മൊത്തം നമ്മുടെ ഈ പൊടി അങ്ങോട്ട് കോട്ട് ചെയ്യപ്പെടും, മൊത്തം അങ്ങ് പൊതിയും അല്ലെ? അതിനാണ് പാളയംകോടൻ പഴം വേണ്ടത്. പാളയംകോടൻ പഴത്തിനാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വെള്ളമയം പോലെ ഉണ്ട്. അപ്പൊ ആ വെള്ളമയത്തിലേക്ക് എന്താ ഇതെല്ലാം അങ്ങ് പിടിച്ചിട്ട് അങ്ങ് കവർ ചെയ്യും മൊത്തത്തില് അല്ലെ? മൊത്തം അങ്ങ് കവർ ചെയ്തൊരു പ്രത്യേക രീതിയിലാക്കും. അപ്പൊ നമുക്കൊരു കാര്യം, നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കി അങ്ങനെ മുഴുവനും നമ്മൾ ഇതങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കണ്ടോ. ആ പഴത്തിന്റെ ചുറ്റിനും മൊത്തത്തിൽ അതിങ്ങനെ ആ പൗഡർ നമ്മുടെ അരിപ്പൊടി അരി വറുത്തതിന്റെ എല്ലാം കൂടെ അങ്ങ് കൂട്ടി ചെയ്തിട്ട് നല്ല ഭംഗിയിലായി കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തമുക്കുണ്ടാക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്മുടെ തമുക്ക് ഇത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒപ്പം ഇതിന്റെ കൂടെ കഴിക്കുന്ന എന്താ വെച്ചാൽ കട്ടൻ ചായയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ കണ്ടോ, ഇങ്ങനെ നമുക്ക് കുറച്ച് പൊടി അല്ലാണ്ട് വരും അല്ലേ? കുറച്ച് പഴവും ഇതും കൂടെ മിക്സ് ചെയ്തതും കുറച്ച് പൊടി അല്ലാത്തതും കൂടെ വരും കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ നമുക്ക് തമുക്കെടുക്കാം കണ്ടോ. എന്നിട്ട് ഒരു സ്പൂണും കൂടി ഇട്ടാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ 4 മണി, ഇപ്പൊ പിള്ളേർ പള്ളിക്കൂടമൊക്കെ അടച്ച് വീട്ടിൽ ഇരിക്കില്ലേ, അവർക്കൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ പാളയംകോടൻ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒന്നും വീട്ടിൽ പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ കടയിൽ നിന്നായാലും ഇപ്പൊ 1 കിലോ പഴം മേടിക്കുന്നതിന് അതിന് മാത്രം പൈസ. കാര്യങ്ങളുണ്ട്, പഴം ഭയങ്കര പൈസ പറയാനല്ല. ഈ തമുക്കുണ്ടാക്കാനായിട്ട് വേറൊരു എളുപ്പവഴി ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ചു വെക്കുമല്ലോ, അപ്പൊ വേണേ നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ട് ബാക്കി വേണേ വെച്ചേക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഒരു 3-4 പഴം ഇട്ടിട്ട് വേണേൽ നമുക്ക് കുറച്ചൊക്കെ ആയിട്ടാണെങ്കിലും വേണേലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതും കൊണ്ട് വേറെ എന്തെങ്കിലും സാധനം ഞാൻ പറഞ്ഞില്ലേ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെ നമ്മൾ ചപ്പാത്തിയിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ബ്രെഡിന്റെ അകത്ത് വെച്ച് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ട് ബ്രെഡിന്റെ അകത്തേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഈ തമുക്കിനെ നമുക്ക് മാറ്റാം. എന്തായാലും നമ്മൾ ശരിക്കും തമുക്ക് കഴിക്കുന്നത് ഇങ്ങനെയാണ്, വിത്ത് കട്ടൻ ചായ അല്ലെ? അപ്പൊ കടിൻ ചായയും നമുക്കും കൂടി നമുക്ക് കഴിക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞടുക്കളയിൽ നിന്ന് ഇന്ന് ഞങ്ങള് വിട വാങ്ങിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലെ? എല്ലാവർക്കും ശുഭദിനം.